എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വൈറലായിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആതിരയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യം കുറച്ച് ദിവസമായിട്ട് ജനങ്ങൾക്കിടയിൽ ഭയങ്കര സംസാര വിഷയമാണ്. പക്ഷേ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണ്, ഓരോ ദിവസവും ഇതുപോലെയുള്ള കേസുകളല്ലേ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് വരുന്നതിൻ്റെ ഇടയിൽ ആതിരയെക്കുറിച്ച് ഇടാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ആതിരയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേക കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും ആതിരയെക്കുറിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വാർത്തകൾ നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയ കാര്യങ്ങളാണ് ആതിരയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ വീഡിയോയുടെ ഇടയിൽ ഒരു ഇരപ്പൊക്കെ പോലെ കേൾക്കുന്നുണ്ട്, ഭയങ്കര ശബ്ദവും ബുദ്ധിമുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അതെന്ന് വെച്ചാൽ നമ്മുടെ വീടിനോട് ചേർന്ന തൊട്ടടുത്ത പുരയിടത്തിൽ JCBയുടെ വർക്ക് നടക്കുകയാണ്, മണ്ണിടിക്കൊക്കെയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബഹളമാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം തീർന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇന്നും നാളെയൊന്നും വീഡിയോ ഇടാൻ നടക്കില്ല. അതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ക്ഷമിക്കുക എന്നേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വാർത്ത കേട്ടിട്ട് നമുക്ക് അതേക്കുറിച്ച് കൂടുതലൊക്കെ ആയിട്ട് പറഞ്ഞു വരാം. കഠിനംകുളത്തെ ആതിരയുടെ കൊലപാതകത്തിൽ ഇപ്പോൾ പ്രതിയുടെ മൊഴികൾ പുറത്ത്. ആതിരയെ ജോൺസൺ കുത്തിക്കൊലപ്പെടുത്തിയത് ലൈംഗിക ബന്ധത്തിനിടയിൽ. അതിക്രൂരമായിട്ടാണ് ആതിരയെ കൊലപ്പെടുത്തിയത് എന്ന് ജോൺസന്റെ മൊഴിയിൽ വ്യക്തമാക്കുന്നു. സംഭവ ദിവസം രാവിലെ 6:30 പ്രതി പെരുമാതുറയിലെ ലോഡ്ജിൽ നിന്ന് പുറത്തിറങ്ങുന്നു. മറ്റാരും ശ്രദ്ധിക്കാതിരിക്കാൻ ഇയാൾ കാൽനടയായി നേരെ കഠിനംകുളത്തേക്ക്. ഭർത്താവും കുട്ടികളുമൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതുവരെ വീടിന് പരിസരത്ത് ഇയാൾ ചുറ്റിക്കറങ്ങി നിന്നു. 9 മണിയോടെ ആതിരയുടെ വീട്ടിലേക്ക് ഇയാൾ നടന്നു കയറി. ആതിരയോട് ചായയിട്ട് തരാൻ ഇയാൾ ആവശ്യപ്പെട്ടു. തുടർന്ന് ആതിര അയാൾക്ക് ചായയിട്ട് നൽകാനായി നേരെ അടുക്കളയിലേക്ക്. ഭർത്താവ് ക്ഷേത്രത്തിലേക്ക് പൂജകൾക്കായി പുറപ്പെട്ടാൽ പിന്നീട് 11:30 മണി കഴിഞ്ഞേ വരൂ എന്ന് ആതിരയ്ക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായ സമയം ഇതാണ് എന്ന് ആതിരയ്ക്കറിയാം. ആതിര അടുക്കളയിലേക്ക് പോയ സമയം തന്റെ കയ്യിലിരുന്ന കത്തി നേരെ ബെഡ്റൂമിൽ കയറി ബെഡിനടിയിൽ ഒളിപ്പിച്ചുവെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ചായ കുടിച്ചതിന് ശേഷം രണ്ടുപേരും ഒരുമിച്ച് നേരെ ബെഡ്റൂമിലേക്ക്. ലൈംഗിക ബന്ധത്തിനുള്ള താല്പര്യം ആതിരയ്ക്കുമുണ്ടായിരുന്നു എന്ന് അയാൾ പറയുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ ബന്ധത്തിലേർപ്പെട്ടു. നേരത്തെ തന്നെ ആതിരയെ കൊലപ്പെടുത്തണമെന്ന് താൻ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. ആതിര തന്നെ വിട്ടുപോകാനുള്ള ശ്രമങ്ങൾ ഇതിനകം തുടങ്ങിയിരുന്നുവെന്നാണ് ജോൺസൺ പോലീസിന് നൽകിയ മൊഴി. താനും ആതിരയും തമ്മിലുള്ള ബന്ധം ഭർത്താവും ചില ബന്ധുക്കളുമൊക്കെ അറിഞ്ഞു എന്ന സംശയം ആതിരയ്ക്കുണ്ടായിരുന്നു. തുടർന്ന് പലവട്ടം തന്നെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ആതിര നടത്തിയിരുന്നു. എന്നാൽ തന്നെ കാണുമ്പോൾ ആവേശത്തോടെ ആതിര തന്നെയായിരുന്നു ഓടിയെത്തിയിരുന്നത് എന്ന് ജോൺസൺ പറയുന്നു. ലൈംഗിക ബന്ധത്തിനിടയിൽ തന്റെ മനസ്സിൽ വീണ്ടും പകയാളിക്കത്തി. ആതിര തന്നെ ഒഴിവാക്കുമോ എന്ന ഭയം. തുടർന്ന് താൻ ബെഡിനടിയിലിരുന്ന കത്തി എടുത്ത് അവളുടെ കഴുത്തിൽ കുത്തി എന്നതാണ് ഇപ്പോൾ ജോൺസന്റെ മൊഴി. കത്തി കഴുത്തിലേക്ക് കുത്തിയിറക്കിയതിനു ശേഷം കത്തി വലിച്ചൂരി വീണ്ടും കഴുത്തറുത്തുവെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. താൻ ധരിച്ചിരുന്ന ഷർട്ടിൽ ഇതിനെ തുടർന്ന് രക്തം പുരണ്ടു. തുടർന്ന് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് താൻ പുറത്തിറങ്ങിയത്. ആതിരയുടെ സ്കൂട്ടർ എടുത്ത് നേരെ ചിറയിൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നീട് ട്രെയിൻ മാർഗം കോട്ടയത്തേക്ക്. മജിസ്ട്രേറ്റ് ജോൺസന്റെ മൊഴി രേഖപ്പെടുത്തി. വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ മൊഴിയെടുക്കൽ. കുറിച്ചിയിൽ ഇയാൾ ഹോം നേഴ്സായി ജോലി ചെയ്ത വീട്ടിൽ നിന്നുമാണ് ചിങ്ങവനം പോലീസ് ഇന്നലെ ഇയാളെ കസ്റ്റഡിയിലാക്കി നേരെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. 1 വർഷത്തിലധികമായി ആതിരയുമായി അടുത്ത ബന്ധം. പലപ്പോഴും ആതിരയും ഒന്നിച്ചു കറക്കം. പൂജാരിയായി ഭർത്താവ് ക്ഷേത്രത്തിലേക്ക് പോയാൽ പിന്നെ ആതിര സ്കൂട്ടർ എടുത്ത് പുറത്തിറങ്ങും. മാസം 2-3 ദിവസം ഇയാൾ പെരുമാതുറയിലെത്തും. ആതിരയുമൊത്ത് കറങ്ങുകയാണ് ഇയാളുടെ ലക്ഷ്യം. ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടാണ് ആതിര ജോൺസനെ പരിചയപ്പെടുന്നത്. പിന്നീട് ഇരുവരും തമ്മിൽ നിരന്തര ചാറ്റിംഗ്. ആദ്യം സൗഹൃദമായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ ജോൺസന്റെ ഉള്ളിലിരിപ്പ് മറ്റൊരു ബന്ധത്തിലേക്ക് വകമാറി. പൂർണ്ണമായും ജോൺസന് കീഴ്പ്പെട്ട ആതിര പിന്നീട് ജോൺസൺ ആവശ്യപ്പെട്ടതനുസരിച്ച് പലപ്പോഴും പണം നൽകി. ഇതിനകം തന്നെ 1 ലക്ഷത്തിലധികം രൂപ ഇയാൾ ആതിരയിൽ നിന്ന് വാങ്ങിച്ചെടുത്തു. ആതിരയുടെ നഗ്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഇയാൾ പകർത്തിയിരുന്നു. അവ കാട്ടി ആതിരയെ പിന്നീട് ഭയപ്പെടുത്തിയിരുന്നു. തന്നിൽ നിന്ന് അകന്നാൽ ഈ ഫോട്ടോയും വീഡിയോകളും ഒക്കെ മറ്റുള്ളവരെ കാട്ടുമെന്ന് പറഞ്ഞ് ഇയാൾ ആതിരയെ ഭയപ്പെടുത്തി. ആതിരയില്ലാതെ തനിക്ക് ജീവിക്കാൻ വയ്യെന്നും ആതിര തന്റെ കൂടെ ഇറങ്ങി വരണമെന്നും ഇടക്കാലത്ത് അയാൾ ആവശ്യപ്പെടാൻ തുടങ്ങി. ഇതോടെ പരിഭ്രമിച്ചു പോയ ആതിര ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഭർത്താവിന്
ജോൺസനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമെന്നാണ് ഇപ്പോൾ പോലീസ് വിശ്വസിക്കുന്നത്. തുടക്കത്തിൽ ആതിര ഭർത്താവിനോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും രാജീവ് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നില്ല. നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയങ്കരനാണ് പോറ്റിയായ രാജീവ്. ഈ പോറ്റിയുടെ കുടുംബത്തിൽ ഇത്തരമൊരു ദുരവസ്ഥയുണ്ടായല്ലോ എന്ന് പരിതപിക്കുകയാണ് ഇപ്പോൾ കഠിനംകുളത്തെ നാട്ടുകാർ. വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കിയ രാജീവ് പതറിപ്പോയെന്നും അതുകൊണ്ടാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താതിരുന്നത് എന്നും പോലീസ് വിശ്വസിക്കുന്നു. 11:30 മണിയോടെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭാര്യ. എന്നാൽ അതിലപ്പുറം മറ്റു ചില വസ്തുതകൾ കൂടി അയാൾ മനസ്സിലാക്കിയതോടെ ആകെ തകർന്നുപോയി. ജോൺസനെ കുറിച്ചുള്ള വിവരങ്ങൾ അതുകൊണ്ടാണ് മുഴുവനായി അയാൾ പോലീസിനോട് പറയാത്തത്. നേരത്തെ തന്നെ ആതിര ചില സൂചനകൾ രാജീവിനോട് നൽകിയിരുന്നു. എല്ലാം തന്നെ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് ആതിര ഭർത്താവിനോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ പരിചയപ്പെട്ട ഒരു യുവാവ് തന്നെ ഫോളോ ചെയ്യുന്നുവെന്നും തന്നെ വധിക്കുമെന്ന് ഭയപ്പെടുത്തിയെന്നുമൊക്കെയാണ് അവൾ രാജീവിനോട് പറഞ്ഞത്. ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന നിലയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ സ്വയം പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ തന്നെ മറ്റ് 2 യുവതികളുമായി സമാനമായ സാഹചര്യത്തിൽ ബന്ധം തുടരുന്നുവെന്ന സംശയം പോലീസിന് ശക്തമാണ്. അക്കാര്യത്തിലും അന്വേഷണം ഇപ്പോൾ തുടരുന്നു. നേരത്തെ ഒരു മോഷണ കേസിലും ഒരു സ്ത്രീയെ ആക്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. കോട്ടയം ചിങ്ങമനം കുറിച്ചിയിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അവിടെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ ഒരു ഹോം നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. 1 മാസം മുമ്പാണ് ആ വീട്ടിൽ അയാൾ ജോലിക്കായി ചേർന്നത്, ഒരു ഏജൻസി വഴി. കൊലപാതകത്തിന് ശേഷം രാധാകൃഷ്ണന്റെ വീട്ടിലെത്തി വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടു പോവുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ആതിരെ കൊലപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഇയാളെ കൃത്യമായി ഫോളോ ചെയ്യാൻ ചില തടസ്സങ്ങൾ നേരിട്ടു. കോട്ടയം കുറിച്ചിയിലെ രാധാകൃഷ്ണന്റെ വീട്ടിൽ ഇയാൾ എത്തുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. രാധാകൃഷ്ണന്റെ ഭാര്യയും മകനും ഒക്കെ നേരത്തെ മരിച്ചുപോയിരുന്നു. മകളെ വിവാഹം ചെയ്ത് അയച്ചതോടെ രാധാകൃഷ്ണൻ ഒറ്റയ്ക്കായി വീട്ടിൽ. കാലൊടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഒരു മുഴുവൻ സമയ പരിചരണത്തിന് ഒരാൾ വേണം. എഴുന്നേറ്റ് നടക്കാൻ രാധാകൃഷ്ണൻ ഇപ്പോൾ പ്രയാസമുണ്ട്. എന്നാൽ വീട്ടിൽ നിൽക്കുന്ന ഹോം നേഴ്സിന്റെ ഫോട്ടോ ശ്രദ്ധിച്ച രമ്യ ഇപ്പോൾ ടെലിവിഷനുകളിലൊക്കെ സംപ്രേക്ഷണം ചെയ്യുന്ന വാർത്തകളിൽ ആതിരയുടെ കൊലപാതകയായി പറയുന്നത് തന്റെ വീട്ടിൽ നിൽക്കുന്ന ആ ഹോം നേഴ്സാണോ എന്ന സംശയം. തുടർന്ന് ഇക്കാര്യം മറ്റു ചിലരോട് രമ്യ പ്രകടിപ്പിക്കുന്നു. ഇതിനിടയിൽ രമ്യയോട് 1000 രൂപ ജോൺസൺ കടം ചോദിക്കുന്നു. 1000 രൂപ വാങ്ങി എവിടെയെങ്കിലും രക്ഷപ്പെടുകയായിരുന്നു ജോൺസന്റെ ലക്ഷ്യം. എന്നാൽ രമ്യ അയാളെ കുടുക്കി. അയൽവാസിയായ CPM കുറിച്ചി ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ KR ഷാജിയെ രമ്യ ഫോണിൽ വിളിച്ചു. തനിക്ക് ഇപ്രകാരം ഒരു സംശയമുണ്ടെന്ന് ഷാജി അറിയിച്ചു. തുടർന്ന് ഷാജി ചില നാട്ടുകാരുടെ സഹകരണത്തോടെ വീട് വളഞ്ഞു. ചിങ്ങവനം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തുമ്പോഴേക്കും നാട്ടുകാരുടെ പിടിയിൽ അകപ്പെട്ടിരുന്നു ജോൺസൺ. കുതിരി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ വിജയിച്ചില്ല. തുടർന്ന് പോലീസ് എത്തി അയാളെ കസ്റ്റഡിയിലെടുത്തു. ഇത് എത്ര കേട്ടിട്ടും എന്ത് കാര്യം അല്ലേ? നമ്മളിങ്ങനെ തൊണ്ട പൊട്ടുന്ന കണക്ക് ഓരോ ദിവസവും വന്നിരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ പെണ്ണുങ്ങൾക്ക് എത്ര ഇതൊക്കെ കണ്ടാലും കേട്ടാലും കൊണ്ടാലും പഠിക്കില്ല. സ്വന്തം നേർക്ക് അപകടം വരുമ്പോൾ മാത്രമാണ് കൈയും കാലും ഇട്ട് അടിക്കുന്നത്. അതും മരണവേദനയിൽ, മരണവെപ്രാളത്തിൽ, കട്ടിലിലോ നിലത്തോ എവിടെയെങ്കിലും കിടന്നിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ചിന്തിക്കുന്നില്ല, ഒന്നും ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. കാരണം കഴുത്തിൽ വെട്ടുകൊണ്ടാൽ പിന്നെ ചിന്തിക്കുന്നത് എങ്ങനെയല്ലേ? എന്നാൽ ഈ വെട്ട് കൊള്ളുന്നതിന് മുമ്പ് ധാരാളം സമയമുണ്ട് ഇവർക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും. ഏതെങ്കിലും ഒരുത്തം വന്ന് കണ്ണും കവിളും കാണിക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തെ ആ ഒരു ഇതിൽ അവന്മാരുടെ കൂടെ ഇറങ്ങി ഓടാനും അവന്മാർക്കൊപ്പം എല്ലാ കൂത്തിനും നിന്നിട്ട് അവസാനം എങ്ങും എത്താതെ മരണത്തിന് കീഴടങ്ങുകയും അതുവഴി വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ പരിഹാസ കഥാപാത്രമായിട്ട് മാറുകയും ചെയ്യുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ഒരു പുരുഷൻ്റെ കയ്യിൽ അഗ്നിസാക്ഷിയായി ഒരു പെണ്ണിനെ പിടിച്ച് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അയാളുടെ കൂടെ കഴിഞ്ഞിട്ട് അയാളുടെ വഞ്ചിക്കുന്നതിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. എന്ന് കരുതി അയാൾ ചെയ്തത്, ഈ പറയുന്ന ആ ഫ്രോഡ് ചെയ്തത് ശരിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും അവകാശപ്പെടുന്നതുമില്ല. പക്ഷേ അവൾ ചെയ്തതും വളരെ തെറ്റാണ്. 2 പേര് ചെയ്തതും, അതും സ്വന്തം ഭർത്താവിനെ അയാൾ പൂജയ്ക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അയാളെ വഞ്ചിച്ചിട്ട് ഇവൻ്റെ കൂടെ കറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുന്നത് എത്രമാത്രം മ്ലേച്ഛമായ കാര്യമാണ്. ഒരു ഭർത്താവ് നിലവിലുള്ള ഒരുത്തിക്ക് എന്താണ് ഇത്ര പരപുരുഷന്മാരോട് ഇത്രയേറെ താല്പര്യം തോന്നാൻ കാരണം? ഇന്നത്തെ സാഹചര്യം എന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ അമിതമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൻ്റെ സകലമാന കുത്തുകളും ഉണ്ട് അവിടെ. പിന്നെ എന്നാൽ ചോദിക്കും, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും അങ്ങനെയാണോ എന്ന്? എല്ലാവരും അങ്ങനെയാണെന്നല്ല, എന്നാൽ കുറേ അധികം ആളുകളെ സോഷ്യൽ മീഡിയ ആവശ്യത്തിലധികം
സ്വാധീനിക്കുന്നുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഇവന്മാരെയൊക്കെ കാണുമ്പോൾ, ഈ വായ്നോക്കികളെയൊക്കെ കാണുമ്പോൾ സ്വന്തം ഭർത്താവിനേക്കാളും എന്ത് മേന്മയാണ് ഇവന്മാർക്ക് ഉള്ളത് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം പോലും ഈ സ്ത്രീകൾക്ക് ഇല്ലാതായിട്ടുണ്ട് എന്നുള്ളതാണ് കഷ്ടം. ശരിക്കും കുട്ടികൾ വരെ ഉള്ളവർ കുട്ടികളെ പോലും കൊന്നിട്ട് ഈ കാമുകന്മാരുടെ കൂടെ പോകാനായിട്ട് കാത്തു നിൽക്കുന്ന ഇവളുമാരെയൊക്കെ എന്താ പറയേണ്ടത്? ശരിക്കും പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ അകാല വിയോഗത്തിൽ വിഷമമുണ്ട്, ഇല്ല എന്നല്ല, നല്ല വിഷമമുണ്ട്. പക്ഷേ അതിനേക്കാളേറെ അവൾ ചെയ്ത ആ ഒരു തെറ്റ് എത്രത്തോളം ഭീകരമാണ്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള സമയം പോലും അവൾക്ക് വിധി കൊടുത്തില്ല എന്നുള്ളതാണ്. പിന്നീട് പറയുന്നുണ്ടായിരുന്നു അവളുടെ നഗ്ന ഫോട്ടോ അയാൾ പകർത്തിയിട്ട് അത് വച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയുന്നു. ആ ഫോട്ടോ അയാൾക്ക് തനിയെ നടന്നു പോയപ്പോൾ വഴിയിൽ കിടന്ന് കിട്ടിയതൊന്നും അല്ലല്ലോ. അത് പകർത്താനുള്ള അവസരം ആരാണ് ഉണ്ടാക്കിയത്? അപ്പോൾ അതെല്ലാം സ്ത്രീകളുടെ കൂടി തെറ്റ് തന്നെയാണ് എല്ലാം. സ്വന്തമായിട്ട് വീട്ടിൽ ഭർത്താവുള്ള സ്ത്രീ എന്തിനാണ് ഇങ്ങനെ പരപുരുഷനുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയും മോശം വഴിവിട്ട ബന്ധത്തിലേക്കൊക്കെ പോകുന്നത്? അത് അപ്പോൾ അവരുടെ കയ്യിലേയും തെറ്റ് തന്നെയാണ്. പിന്നെ ഇതുപോലുള്ള ഗജ ഫ്രോഡുകളെ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. ഇവനൊക്കെ വധശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ തൊണ്ടയിലെ വെള്ളം വറ്റി. ഞാനൊക്കെ പറയുന്നത് കേൾക്കാൻ തന്നെ ആരിയിരിക്കുന്നു അല്ലേ? പക്ഷെ ഞാൻ പറയും, അവസാന ശ്വാസം വരെയും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതുപോലെ അതും ഭർത്താവില്ലാത്ത സമയത്ത് ഈ പുള്ളിക്കാരൻ വീട്ടിൽ വരുന്ന സമയത്ത് അയാളുമായിട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയിൽ അയാൾ ഇവരെ കൊന്നു എന്ന് പറയുമ്പോൾ, അതും കഴുത്ത് ഇറുത്ത് അതിക്രൂരമായിട്ട് കൊന്നു എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ എത്ര വലിയ ക്രിമിനലാണ് ഒളിഞ്ഞിരിക്കുന്നതെന്നൊന്ന് ഓർത്ത് നോക്കൂ. ഈ പറയുന്നവൻ്റെ കൂടെ ഇവൾ ഇറങ്ങിപ്പോയിരുന്നെങ്കിലും ഇവളുടെ അവസ്ഥ ഇത് തന്നെ സംഭവിച്ചേനെ, അതിലൊരു തർക്കവും ഇല്ല. എന്താ അല്ലേ, ഇത്രയൊക്കെ നടന്നിട്ടും, എന്തൊക്കെ ഈ ലോകത്തിൽ നടന്നിട്ടും ഈ സ്ത്രീകൾ ഒറ്റെണ്ണം പഠിക്കുന്നില്ല, എത്ര എണ്ണം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും കുറേ ആളുകളെങ്കിലും പറയും, ഓഹ് ഇവക്കൊക്കെ ഇത് തന്നെ വരട്ടെ എന്ന് പറയും. പക്ഷേ ഞാനതങ്ങനെ പറയുന്നില്ല, കാരണം മനുഷ്യത്വം ഉള്ളത് കൊണ്ട് മാത്രം അത് പറയുന്നില്ല. പക്ഷേ ഇനിയുള്ള തലമുറയെങ്കിലും, അതും ഒരു ഭർത്താവുള്ളൊരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളുടെ കാര്യം പറയണോ? അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ സമൂഹത്തിന് മാതൃക ആകേണ്ടവരാണ് വിവാഹം കഴിഞ്ഞ സ്ത്രീകളെന്ന് പറയുന്നത്. നിങ്ങൾ അത്രയും പവിത്രമായ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്ന് തന്നെ വെച്ചോ, എന്നാൽ പോലും നിങ്ങൾ ഇതുപോലെ ഈ ഇൻസ്റ്റാഗ്രാമിലും അവിടെ എവിടെയൊക്കെ കാണുന്ന യുവമാരുടെ കൂടെ പോവാണ്ട്, നിങ്ങൾക്കൊരു വിവാഹം ആവശ്യമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് അറിയിക്കൂ. അവരതിന് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തു തരും. അല്ലാണ്ട് എവിടെയെങ്കിലും കണ്ടിട്ട് കണ്ണും കവളും കാണിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരുത്തനെ കാണുമ്പോൾ എന്താണ്, കൊച്ചു പിള്ളേർ മാമ്പഴം കാണുമ്പോഴത്തേക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് പോലെ നീയൊക്കെ ഒളിച്ചും പതുങ്ങിയും ചെയ്യുന്നതാണ് നിനക്കൊക്കെ വിനയായിട്ട് വരുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്? മരണപ്പെട്ടു പോയ ഒരു പെൺകുട്ടി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കത്തിക്കിരയായ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ആ കുട്ടിയെ പറയുന്നില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്ന പല സ്ത്രീകൾക്കും ഇതൊരു അനുഭവമാകണം. ഒരുപാട് മരണങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യ ഒട്ടുകൊണ്ട്. എന്നാൽ പോലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും അധികമെന്ന്. ഇത്രയധികം വിദ്യാഭ്യാസമുള്ള നമ്മുടെ ഈ സംസ്ഥാനത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിവേകമോ ഒരു ലെവലേശം വിവരമോ ഇല്ല. പിന്നെ എന്ത് ചെയ്യാനാണ്? ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് മക്കളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മക്കൾക്ക് ഈ പറയുന്നത് പോലെ അച്ഛൻ്റെ അമ്മയുടെ ആരുടെയും സ്നേഹം കിട്ടുന്നില്ല. അങ്ങനെ ഇങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറകൾ എന്താ പറയുന്നത്, അലർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. പിന്നെ ഇതേപ്പറ്റിയൊന്നും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം വളരെയധികം വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള എവിടെ നോക്കിയാലും നാറ്റക്കേസുകളാണ് കേൾക്കുന്നതും കാണുന്നതും മുഴുവൻ. ഒന്നതിപ്പോൾ കുറേ നാളുകൊണ്ടേ കേൾക്കുന്നത് അവിഹിതങ്ങളുടെ കഥ തന്നെയാണ് എവിടെ തിരിഞ്ഞാലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 16 വയസ്സായ കുട്ടി ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കേട്ടതെന്ന് വെച്ചാൽ 14 വയസ്സായ അവളുടെ സ്വന്തം കൂടപ്പറപ്പിൻ്റെ ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണ് അവരുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു എന്നുള്ളൊരു വൃത്തികെട്ട വാർത്തയാണ് കേൾക്കുന്നത്. ഇതൊക്കെ എന്താ കാര്യം? ഈ കുട്ടികളെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ തമാശ കളിച്ചതാണെന്ന്. ഇതാണോ തമാശ കളി? അത്രത്തോളം അതപ്പതിച്ച് പോയി നമ്മുടെ കേരളം. അതേ സമയത്ത് ഇത് UP-യിലാണ് നടക്കുന്നതെങ്കിൽ ഇവിടെ കുറേ എണ്ണം വാലും ചുരുട്ടി അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ്. ആദിത്യനാഥിൻ്റെ കോണകത്തിൻ്റെ വള്ളി അവിടെ ആടുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾ ഇരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് വെച്ചാൽ അതാരും ഇട്ട് ചെയ്യുന്നതുമില്ല. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. എന്തായാലും ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക.
ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.